sa 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 ri 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 ga ga ma. കുറെ നാളായല്ലോടാ നീ സാ സാ എന്ന് പിടിക്കാൻ തുടങ്ങിയിട്ട്. ഒരു പാട്ട് തികച്ച് പഠിച്ചോടാ നീ. ആദ്യം സ്വരസ്ഥാനം ഒന്ന് ഉറപ്പിക്കട്ടെ അച്ഛാ. ഉറപ്പിക്ക് ഉറപ്പിക്ക്. നിന്റെ കാശ് കളിക്കാനുള്ള ഓരോ വഴി. സാരി ഗാ മാ പാ ദാ നീ. മിസ്റ്റർ ശങ്കരൻകുട്ടി, ആഹാ, എന്താ ശാരദാമ്മേ, ഇത് വലിയ അതിശയായിരിക്കണല്ലോ. വന്നിട്ട് എന്താ പഠിക്കലെന്നെ നിൽക്കണേ? കേറി വാ. മാധവി, മാധവി, ഇതാരാ വന്നിരിക്കണേ നോക്കിയേ. കേറി വരൂ ശാരദാമ്മേ. കേറണില്ല. ഞാനിവിടെ വിരുന്ന് വന്നൊന്നുമല്ല. നിങ്ങളുടെ മോൻ പാട്ട് പഠിക്കണൊക്കെ കൊള്ളാം, പക്ഷെ അത് അയൽക്കാർ ഉപദ്രവിക്കാനാവരുത്. ഉപദ്രവിക്കേ? ആര്? രാവിലെ തുടങ്ങിയതാണല്ലോ ഈ അലമുറയിടല്. ഞങ്ങൾക്ക് ഇവിടെ സ്വയമായിട്ട് ജീവിക്കണ്ടേ? ഞാൻ എന്റെ വീട്ടിലിരുന്നാ പാടണ, അതിന് നിങ്ങൾക്ക് എന്താ? നീ പാടിക്കോ, പക്ഷെ അത് ഈ വീട്ടിൽ മാത്രം കേട്ടാ മതി. ഞങ്ങൾക്കത് കേൾക്കണമെന്നില്ല. അവന് ഒച്ചമ്പളൊന്നും ഉണ്ടാക്കിയല്ലോ, പാടുകല്ലേ. അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവോ? ആവും, എനിക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് എന്റെ ഒച്ച വലിയ സുഖമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ജീവിക്കണോ ശാരദാമണി അമ്മേ? വേണ്ട, പക്ഷെ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കണം. ഇന്ന് ഇന്നലെന്നല്ല, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഇനി ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഞാൻ പബ്ലിക് ന്യൂസൻസിന് കേസ് കൊടുക്കും. അപ്പൊ ഒരു വാക്ക് പറഞ്ഞില്ലെന്ന് പറയരുത്. എന്താ ശാരദാമണി അമ്മേ പ്രശ്നം? അത് നിങ്ങളെ ബോധിപ്പിക്കണോ? ശാരദാമണി ശുണ്ഠി വന്നാ പിന്നെ ശാരദാമണിയെ കാണാൻ ഒരു പ്രത്യേക ചന്ത അല്ലേ ശങ്കരൻകുട്ടി? ഓ, ഒരു ചന്തം. ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു. അവൾ ഇങ്ങനെ കിടന്ന് തുള്ളുവോ? വെറുതെ അല്ല, ഒരുത്തരും തിരിഞ്ഞു നോക്കാല്ലത് മൂത്ത് നിറച്ചിങ്ങനെ നിന്ന് പോയത്. അവർക്ക് കല്യാണം കഴിക്കാത്തതിന്റെ കേടാണച്ചാ. എന്ന് നിന്നോടാരാടാ പറഞ്ഞത്? കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താടാ കേട്? അല്ല, അത് പിന്നെ പിള്ളേരുടെ ഓരോ വർത്താനങ്ങളെ. എന്തായാലും ശങ്കരൻകുട്ടി വളരെ മോശം കേട്ടോ. ആരും ഇല്ലാത്തൊരു പാവം പെൺകുട്ടിയെ നിങ്ങളൊക്കെ കൂടി ദ്രോഹിക്കാൻ തുടങ്ങിയ നാട്ടിൽ ചോദിക്കാൻ ആണുങ്ങളുണ്ടാവട്ടോ. ആരാണീ ആണുങ്ങള്? ശ്രീധരൻ കർത്താവോ? ഞാനല്ല, നാട്ടിൽ വേറെ ഉണ്ടല്ലോ ആണുങ്ങള്. എന്ത് ഭ്രാന്താണ് ഇത്? കഥകളി കഥകളി. അത് ശരി, പാട്ട് പഠിക്കൽ നിർത്തിയപ്പോ കഥകളിയായോ? ആ പെണ്ണവിടുന്ന് ചിരിക്കണുണ്ടല്ലോ. ഏത് പെണ്ണ്? ആ സുനന്ദ. അവളോ? ഞാൻ കണ്ടിട്ടില്ല. നന്നായി. ആ പെണ്ണിനെ കണി കണ്ട അതൊരു ദിവസം പോക്കാം. അസത്ത്. എനിക്കതിനെ കാണുന്നത് തന്നെ കലിയ. ഓ, ഇന്നത്തെ കണി അസലായി. വേഗം കുടിച്ചിട്ട് കുളിക്ക്. ഇന്ന് നീ ക്ലാസ്സിൽ പോണില്ലേ? പിന്നെ എന്താ? ഞാൻ തിയേറ്ററിലേക്ക് പോയിക്കോട്ടെ സിസ്റ്റർ. ശാരദാമണി വലിക്കോ? ഇല്ലല്ലേ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ രാവിലെ വീട്ടിലേക്കായിട്ടാ വന്നത്.
അന്തരീക്ഷം ശരിയില്ലാന്ന് തോന്നിയത് കൊണ്ട്. പുരാണം ഒന്നും പറയണ്ട, വന്ന കാര്യം പറയൂ. ഓ, പിന്നെ ശാരദാമണിയുടെ വീടിന് മുന്നിൽ ഒരു 15 സെന്റ് സ്ഥലം അനുജന് തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഗോവിന്ദൻകുട്ടിക്ക്. അത് വിൽക്കണമെന്ന് പറഞ്ഞു കേട്ടെ. ഇതെന്താ ബ്രോക്കർ ഓഫീസാ? അല്ല, വീട്ടിൽ വന്നപ്പോ അന്തരീക്ഷം. മിസ്റ്റർ, നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഓഫീസാണിത്. ആശുപത്രി കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങക്ക്? ഞാൻ വീട്ടിൽ വരാം. എന്തിന്? അല്ല, സ്ഥലം. സ്ഥലം കൊടുക്കണില്ല. ആര് പറഞ്ഞു നിങ്ങളോട് സ്ഥലം കൊടുക്കുമെന്ന്? നാട്ടില് ചിലരൊക്കെ. എന്റെ വീട്ടുകാരും തീരുമാനിക്കുന്ന നാട്ടുകാരാണോ? അല്ല, ഒരിക്കലും അല്ലല്ലോ. നിങ്ങൾ പോണം, എനിക്കിവിടെ ജോലി തിരക്കുണ്ട്. ശാരദാമണി എന്നോട് മുഷിഞ്ഞോ ആവോ? ഇല്ല, പോവായി പോവായി. എന്നോട് തന്നെ വേണം. നന്ദിയിട്ട വർഗം. അമ്മാമ്മ എപ്പോഴാ വന്നേ? എന്ത് വൃത്തിയോടെ കാണിക്കണേ? അമ്മമ്മ വന്നു കയറിയ തുടങ്ങും തുപ്പലും ചീറ്റലും. സന്യാസിക്ക് എന്ത് വൃത്തി, വൃത്തികേട്, തുപ്പൽ എല്ലാം മായല്ലേ കുട്ടി? ഉവ്വ ഈ തുപ്പലുകറ മായണെങ്കിലേ മഴ പെയ്ത് കഴുകി പോണം. അമ്മണിക്കുട്ടി, മായാനല്ല മായ. തേങ്ങ കൊല അതും മായ, ഇതും മായ. കുട്ടി ആ, ഞാൻ ഈ വേഷമൊന്ന് മാറിയിട്ട്. എല്ലാം ഒരു വേഷമല്ലേ കുട്ടി? എനിക്ക് ഒരുപാട് സംസാരിക്കാണ്ട് നിന്നോട്. അമ്മാമ്മന്ന് കാണട്ടെ എന്റെ കുട്ടിയെ. നീ വല്ലാതെ ഉടഞ്ഞു പോയല്ലോ. കഷ്ടം. ചിരിക്കു ശാരദ. കറങ്ങായിരുന്നു ജീവിതം എന്ന് വെച്ച ഒരു കറക്കമാണല്ലോ. മൂകാമ്പി, ഉടുപ്പി, ധർമ്മസ്ഥലം, പറശ്ശേരി വഴി ചുറ്റി ഗോവിന്ദന്റെ വീട്ടിൽ വന്നു. അവിടെ ഒരാഴ്ച. ഇന്നലെ രാത്രി നിന്റെ അമ്മയെ സ്വപ്നം കണ്ടു. ഗോമതേർത്തിയെ തേർത്തി പറഞ്ഞു, വേലായുധ ശാരദമ്മ കാപ്പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ, എന്നാ നീ വർത്താനൊക്കെ പിന്നെ കാപ്പിടി കഴിട്ടെ. ഒന്ന് മാറ. ഇതിപ്പോ ചാവൂലോ? തീറ്റാന്ന് കേട്ടപ്പോ പായണ കണ്ടില്ലേ? എന്നിട്ടെല്ലാം മായ. മായല്ല, വായ. അമ്മണിയമ്മേ, ഓ, ഞാനൊന്നും പറഞ്ഞില്ല. ഇനി അമ്മാവനായി അന്തരവളായി. അമ്മാമ്മ എന്താ ഈ വലിച്ചു കേട്ടണേ? ശിവമൂലി നല്ലതാ, സുഖം. അതൊന്ന് മാറ്റി വെക്കൂ. എനിക്ക് എന്റെ നാറ്റ് സഹിക്കാൻ പറ്റണില്ല. ജീവിതം എന്ന് പറഞ്ഞ ഓ ഇതാണ് കുട്ടി. ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് ഊണ് സുഖായോ? പരമസുഖം. വയറ് നിറച്ചുകൊണ്ടിട്ട് നാള് കുറേ. നീ ഉണ്ടോ? എനിക്കിന്ന് നൊയമ്പാണ്. ജലപാനം മാത്രമേ ഉള്ളൂ. ഞാൻ നാടായ നാടൊക്കെ ചുറ്റണം. നീ ഇതിന്റെ ഉള്ളിൽ കിടന്ന് ചുറ്റണം. ഇങ്ങോട്ട് നോക്കൂ, ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല. ഇവിടെ പാഞ്ഞാള് നമ്മുടെ ചത്തുപോയ സരോജിനിയുടെ ഭർത്താവ് നാരായണൻ നായർ ഒരു പെണ്ണന്വേഷിക്കുന്നുണ്ട്. അമ്മാമ്മ ആലോചിക്കട്ടെ. നല്ല നരിയ. ഒന്ന് നിർത്തോ? ഇതാണ് അമ്മാമ്മയ്ക്ക് കുറെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്. അല്ല കുട്ടി, ഒരു കുടുംബജീവിതം. ഞാൻ ഇപ്പൊ എന്താ കുടുംബത്തിലല്ലേ ജീവിക്കണേ? അമ്മാമ്മയോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന്. ഇനി ഇങ്ങനെ ഒരു കാര്യം എന്നോട് സംസാരിച്ചാ പിന്നെ ഈ പടി കയറ്റില്ലേ ഞാൻ. പോട്ടെ പോട്ടെ, ഇല്ല ഇനിയും ഉണ്ടില്ല. ആരാടത്?
ആരാടത്? എന്റെ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചെയ്താൽ. ആരോട് ചോദിച്ചിട്ടാ നീ ഈ പറമ്പിൽ കയറിയത്? നിങ്ങൾ തന്നെയല്ലോ ഗോവിന്ദൻകുട്ടിന്റെ അല്ലേ? ഗോവിന്ദൻകുട്ടി ആരാ? ശാരദമ്മയുടെ ആങ്ങളാണെങ്കിലും പറമ്പ് ഇപ്പം ഗോവിന്ദൻകുട്ടിന്റെ പേരിലല്ലേ? എന്ന് വെച്ച് നിനക്ക് കയറേണ്ട കാര്യം എന്താടാ? എന്ന് അത് ഞാൻ ഇവിടെ ഒരു കുറുന്തോട്ടി ഇറക്കാൻ കയറിയതാ. കുറുന്തോട്ടിയാ? എല്ലാം ഉണങ്ങി കരിഞ്ഞു കിടക്കണോടത്താ നീ കുറുന്തോട്ടി പഠിക്കാൻ വന്നത്? ഉണ്ടാവില്ലല്ലേ? പോട കള്ള. ദേ തള്ളേ. തള്ളയാ? തള്ള നിന്റെ ഉമ്മ. എന്റെ അമ്മുണിയമ്മേ, അമ്മുണിയമ്മ മാറ്റാൻ ഞാൻ സഹിക്കും, ചീത്ത പറയാൻ ഞാൻ കേൾക്കും. അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട് എനിക്ക്. എന്റെ ഉമ്മാണ് സത്യം. ഇതാ ഇപ്പൊ തന്നെ ഞാൻ അമ്മുണിയമ്മനെ പറ്റി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വിളി. നീ എന്തിനാണ് എന്നെ വിചാരിക്കണേ? എങ്ങനെ വിചാരിക്കാണ്ടിരിക്കും? പണ്ട് അമ്മുണിയമ്മ ആരായിരുന്നു? ഇന്റെ ചെറുപ്പത്തില് ഈ കരക്കാർ ആൺകുട്ടികളെ മനസ്സിൽ ഒരു കാന്താരിമോള് കുറച്ച് കുത്തി എരുവല്ലേ നിങ്ങളെ കാണുമ്പോ? പൂക്കുഞ്ഞെ പതപ്പിക്കല്ലേ? സത്യം, എന്റെ ഉമ്മയാണ് സത്യം. തുറന്നു പറയാലോ, അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു ലേശ എരിവ്. നിങ്ങളാ കണ്ണും ആ മൂക്കും എന്താ പറയാ, മൊത്തത്തിലുള്ള ഒരു കൊന്തർബല്ലി കാണിച്ചുള്ള ചിരി കണ്ടില്ലേ? കൊള്ളാമോ? നല്ല ചേലുണ്ടോ? കാക്ക തേങ്ങാപ്പൂള് എടുത്ത പോലെ ഉണ്ട്. അത് നിങ്ങളെ നമുക്ക് കിട്ടുമെന്ന് താങ്ങിയതാണല്ലേ? അല്ല, നമ്മളെ സന്യാസി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ട് ഒരാളെ കാണാണ്ട്. നീ ഈ പറമ്പിൽ എന്ത് കള്ളത്തരം ഒപ്പിക്കാനാ വന്നതെന്ന് പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലാന്ന് ഗോവിന്ദൻകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഓ, നോക്കാൻ മാത്രം ഇവിടെ ഉണ്ടായി കിടക്കല്ലേ? പൂക്കുഞ്ഞെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. ആ സ്ഥലം വേണ്ടിട്ടല്ല, ഇപ്പൊ ഉള്ളത് തന്നെ ഉള്ളത് നോക്കാൻ ആളില്ല. ശാരദാമണിയെ ഇടയ്ക്ക് കാണാമല്ലോ. എന്നാ പിന്നെ വൈദ്യുതി ആ കാര്യം ഒന്ന് തുറന്നു പറഞ്ഞൂടെ? അതെ അതെ, പറയണം. എങ്ങനെയാ പറയാണ്ടിരിക്ക? ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് എന്റെ രാമ. ശാരദാമണിയെ കാണുമ്പോ എന്റെ പാദത്തുനിന്നൊരു വിറ അങ്ങോട്ട് കേറും. അല്ല, അതിന് പറ്റി വരുന്നൊന്നുമില്ല നിങ്ങളതില്? എന്താ ഈ പൂക്കുഞ്ഞ് പറയണേ? അതിനുള്ള മരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ സേവിക്കായിരുന്നു. എന്നാ എന്റെ ഉണ്ട് മരുന്ന്. ഓ ആ, എന്നാ ഒന്ന് പറഞ്ഞൊരു പൂക്കുഞ്ഞെ. നല്ല നാടൻ ചാരായത്തില് കടുപ്പത്ത് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒരു പുരിയാണ്ട് പിടിക്കാം. പിന്നെ ഉണ്ടാവില്ല പറ. നേരെ ഉണ്ണിയാർച്ചയുടെ വീട്ടിലേക്കാണ്ട് കയറി ചെല്ല. കാര്യം മുഴുവൻ തുറന്നു പറയാം. രണ്ടിലൊന്നും അപ്പറിയാം. രണ്ടിലൊന്നെന്ന് പറഞ്ഞാ ചിലപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാലോ? പിന്നെങ്ങനെ നടന്ന് ചെരുപ്പ് തേണ്ടല്ലോ. പറ്റില്ല പൂക്കുഞ്ഞെ, പറ്റില്ല. ശാരദാമണി പറ്റില്ല എന്ന് പറഞ്ഞാ എങ്ങനെ ഞാൻ സഹിക്കും? സഹിക്കണം. സ്വന്തം ഭാര്യ കറവക്കാരന്റെ കൂടെ പോയ സഹിച്ചില്ലേ, പിന്നെയാണോ ഇത്? അതെത്ര നന്നായി. അസത്ത് ചേരേണ്ടത് ചേർന്നു എന്നേ ഞാൻ വിചാരിക്കണുള്ളൂ. അതുപോലെയാണോ ശാരദാമണി? ഇനി ഒരു കല്യാണം ഉണ്ടാവുമെങ്കിൽ അത് ശാരദാമണിയേ ഉള്ളൂ. അപ്പോ വൈദ്യുത കല്യാണം നടന്ന് ഒരല്ല ചോറ് കിട്ടലുണ്ടാവില്ല. അങ്ങനെ കടുത്ത വാക്ക് പറയലേ എന്റെ കൃഷ്ണ. വൈദ്യരെ, ഇക്കാര്യം നമ്മൾ നടത്തും. നടത്തി തന്നാൽ എന്ത് തരും ഞമ്മക്ക്? നേരാണോ പൂക്കുഞ്ഞെ? എന്നെ വെറുതെ ആശിപ്പിക്കരുത്. പൂക്കുഞ്ഞാണ് പറയണേ. മരോട്ടിക്കല രാമകൃഷ്ണന്റെ മച്ചി പശുവിനെ കറവൻ കുട്ടിയടക്കം വിറ്റുകൊടുത്തോനാ പൂക്കുഞ്ഞ്. ഓ, മച്ചി പശുവിനെ കുട്ടിയടക്കം വിറ്റുന്നോ? അതിനൊക്കെ സൂത്രങ്ങളുണ്ട് എന്റെ വൈദ്യരെ. വൈദ്യർക്ക് ശാരദാമണിയെ വേണോ വേണ്ടേ? വേണം. എന്നാ ഒരു 100 രൂപ കൊടുത്തരി, അഡ്വാൻസാ. കൈനീട്ടാ. ഇന്നൊക്കെ 31-ാം ദിവസം ശാരദാമണി വൈദ്യരുടെ കാൽ കീഴിൽ. ഉണ്ണി പോവൂ. ആരെങ്കിലും കണ്ടാ? കത്ത് തന്ന മറുപടി തോന്നുമ്പോ ഒന്നും മിണ്ടാൻ വരെ പറ്റണില്ല. വൈകുന്നേരം അമ്പലത്തിൽ വരുമോ? ഞാൻ വരില്ല. പേടിയുണ്ടോ? എന്തിനാ പേടിക്കണേ? സർപ്പക്കാവിന്റെ അടുത്താവുമ്പോ ആരും കാണില്ല. പേടിയൊന്നും എനിക്കില്ല, പക്ഷെ ഞാൻ വരില്ല. ഇത്ര സ്നേഹമില്ല ഉണ്ടാവരുത്. ചതിച്ചല്ലോ ഉണ്ണിയാച്ച. ഇത്തിരി പശുവിനെ ചോദിച്ചപ്പോ പാല് തരാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാശ് തന്നിട്ടാണേ. പാല് ഞങ്ങളെ വീട്ടിലുണ്ട്, നല്ല ഒന്നാന്തര ആട്ടും പാല്. ആ പെണ്ണിന്റെ വർത്താനം കേട്ടാ ഒരു ഒറ്റ അടി കൊടുക്കാനാവുന്ന. ഉള്ള പാലും ഞങ്ങൾക്ക് ഇരിക്കണണ്ടില്ല ആ സത്ത്.
അമ്മ അച്ഛൻ വന്നോ? നീ കോളേജ് വിട്ടിട്ട് ഇതുവരെ എവിടെയായിരുന്നടാ? അതോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇടവയിലടാ സ്പെഷ്യൽ ക്ലാസ്? ഇടവഴിയിലോ? ആര് പറഞ്ഞോണോ? നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. വാടകോട്ട് അതിനു മുമ്പേ തുടങ്ങി അവന്റെ ഒരു പ്രേമം. പറഞ്ഞൊന്നൊരു നിന്റെ കളി ഇന്ന് ഞാൻ നിർത്തണ്ട്. അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. വെറുതെ അല്ല തോറ്റു വെച്ച് കിടക്കണത്. പോവാണ്. ദേവിയേ രക്ഷിക്കണേ, ഈ ദാസനെ അനുഗ്രഹിക്കണേ. അവിടെ നിന്നല്ലാതെ ഇവളവന് മറ്റാരുമില്ലേ? അടിയനോട് ഒരല്പം കരുണ കാട്ടണേ, പ്രസാദിക്കണേ. തന്റെ വിക്രികൾ എനിക്ക് മനസ്സിലാവാണ്ടല്ല. നാട്ടിലെ നിലയുമലുള്ള ഒരാളായതുകൊണ്ട് ഞാൻ മുഖത്താടണില്ല. ഹായ്, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ ശാരദാമണി? ഈ പ്രാർത്ഥന ശരിയല്ല. ഓടിച്ചു പൊല്ല തെറിപ്പിക്കും. അടി കൊണ്ടില്ല. അയ്യോ കഷ്ടം. അടി കവിളത്ത് കൊണ്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ എന്റെ ഹൃദയത്തിനേറ്റ അടി. സാരല്ല, നിങ്ങൾ ഒന്നുകൂടി പരിശ്രമിക്കും വൈദ്യരെ. അടി കൊള്ളാനോ? ആ, അടി കൊള്ളണം എന്ന സംഗതി എളുപ്പമായി. എന്റെ കർത്താവെ, പൂക്കുഞ്ഞേറ്റ ഏറ്റതാ. കർത്താവ് മുന്നിലും ശാരദാമണി നാണിച്ച് പിന്നിലുമായിട്ട് ഈ റോഡിൽ കൂടെ നടക്കുന്ന നാട്ടുകാർ മുഴുവൻ കാണും. അത് ഞാൻ കാട്ടും. ആ 3.5 തരം. നിങ്ങളൊരു 100 രൂപ കിട്ടിയിരിക്കും. പോയിട്ട് ഒരു കച്ചവടം ഉണ്ട്. എന്താടാ ഇന്ന് കോള്? ഒരു മലങ്കോളാ, വരുമ്പോ പറയാ. നിങ്ങൾ കണ്ടോളി. എന്നിട്ട് എടുക്ക് വൈദ്യരെ, ഐശ്വര്യമായിട്ട് പഠിച്ചോന്ന് വിചാരിച്ചു തരി. ഇല്ല റബ്ബേ, ഇത് മുറിച്ചേക്കണേ. എല്ലാം ശരിയായി വരും വൈദ്യരെ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്ന കേട്ടില്ല നിങ്ങൾ എന്ന് കരുതിയാൽ മതി. ഞാൻ പറ്റേ. ഇവൻ പറയണ വല്ല നടക്കുവോ രാമ? നടക്കും. പൂക്കുഞ്ഞല്ലേ ആള്, നടത്തും. ആരാത്? ആരാത്? നോക്ക, കള്ളനാണോ? കള്ളനാണെങ്കിൽ സൂക്ഷിച്ചോ. ഇത് വേഴ്സാമിയാ പറയണത്. ശപിക്കും ഞാൻ. ഇത് കള്ളനല്ലോ. അമ്മണിക്കുട്ടിയെ, അമ്മണിക്കുട്ടിയെ, അമ്മണിക്കുട്ടിയെ. അർജുനൻ ഫൽഗുനൻ പാർത്തൻ വിജയനും വിസ്തൃതമായ ഉറപ്പിന്റെ കിരീടിയും. അർജുനൻ ഫൽഗുനൻ, അമ്മണിക്കുട്ടിയെ. അർജുനൻ ഫൽഗുനൻ പാർത്തൻ വിജയനും വിസ്തൃതമായ ഉറപ്പിന്റെ കിരീടിയും. അർജുന, അല്ല അമ്മണിക്കുട്ടിയെ. അമ്മണിക്കുട്ടിയെ. എന്താണ് പാതിരാത്രി കിടന്ന് പോവണത്? തന്താ അമ്പളിക്കുട്ടിയെ, എനിക്ക് ഇവിടുത്തെ കേട്ട പത്രം ശരിയാവണ്ട. ഞാൻ അകത്ത് കിടന്നോളാം. അകത്ത് വായു വരിച്ചപ്പോ പറഞ്ഞു പുറത്ത് മതി വായു വേണമെന്ന്. ഇപ്പൊ എന്താ വായു ഒന്നും വേണ്ടേ? വായു ഒരു മായല്ല അമ്മണിക്കുട്ടിയെ. അതകത്തും പുറത്തും സമം. ആരായത്? ആരയാള്? വെളുപ്പാൻ കാലത്ത് ചൂടാവില്ലേ പെങ്ങളെ? താൻ
റാസ്കൽ. പേരതല്ല, പരിചയപ്പെടാം. ഇത്തിരി വെള്ളം എന്താ വായ നേടുക. ആരോട് ചോദിച്ചിട്ടാണോ താൻ എന്റെ പറമ്പിക്കാരി ചെണ്ടടിച്ചത്? അതിനിപ്പോ ആരോടെങ്കിലും ചോദിക്കണം. ആരോടെങ്കിലും എന്താ കയ്യേറാണോ? കയ്യേറണമെങ്കിൽ കയ്യേറും. പക്ഷെ ഇത് കയ്യേറേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഞാൻ ആ സ്ഥലത്തിന്റെ ഉടമയാണ്. അത് നിങ്ങളുടെയാണെന്ന് ആര് പറഞ്ഞു? അത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ അനിയന് കൊടുത്താണ്. കൊടുത്തതാണല്ലോ, പിന്നെന്താ അവകാശം പെങ്ങളെ? ഒറ്റപ്പാലം കല്ലൂപ്പറമ്പിൽ ഗോവിന്ദൻകുട്ടി നായരോട് ഞാൻ, അതായത് ഈ നിൽക്കുന്ന കോട്ടയ്ക്കൽ പാറേക്കാട്ടിൽ മുകുന്ദൻ മേനോൻ എന്ന ഈ ഞാൻ, സെന്റിന് 2000 രൂപ പ്രകാരം, സെന്റിന് 2000 രൂപ രൊക്കം പണം കൊടുത്ത് വാങ്ങിയതാണ്. പേര് മറക്കണ്ട, ലാൻസ് നായക് മുകുന്ദൻ മേനോൻ. അവകാശം പറയുന്ന ആർക്ക് ഷേപ്പ് മാറ്റികളയും. മെൽട്രിയാണ്, മെൽട്രി. എന്താണ് ലാൻസ് നായക് പ്രശ്നം? ദേ സാക്ഷി, ബ്രോക്കറാണ്. എടാ കള്ള പൂക്കുഞ്ഞെ, നീ ഇവിടെ കിടന്ന് പരിഗണ കണ്ടപ്പോഴേ തോന്നി നീ ചതിക്കൂന്ന്. എന്നെ ചതിച്ചിട്ട് താനത് വാങ്ങി. ഇത് എന്റെ മണ്ണ. ഇവിടുന്ന് കടന്നു പോണോ? അത് ഞാൻ നിങ്ങളെ ഞാനിവിടെ പൊറപ്പിക്കില്ല. ശാരദാമണി പെണ്ണാണെങ്കിൽ പൊറപ്പിക്കില്ല. ഈ പെങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ? എന്റെ അമ്മ വായ കഴിവാത്തിന് വെള്ളം തരുമോ? ഇവിടെ ആർക്കും വെള്ളമില്ലടോ. വെള്ളം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. എന്താ അമ്മണിക്കുട്ടി പ്രശ്നം? ശാരദ കരച്ചിലോട് കരച്ചിൽ. ഇവിടെ ചോദിക്കാനും പറയാനും ആണുങ്ങളില്ലല്ലോ. വേറെ എണ്ണം. ഇതെന്തോടെ പോകും? പ്രാന്താശുപത്രിയാ? അത് കഞ്ചാവ് കേസാണ്. ഇവിടെ തിന്നാൻ തരുന്ന നിങ്ങൾ ഇങ്ങോട്ട് പോയിന്ന് വടക്ക് സന്യാസിനെ നോക്കിയിരിക്കുന്നു. ഹനുമാനോ? എന്താ ഇവിടെ നിർത്തിയേ? വല്ലാത്ത ദാഹം. ഓ ശരിയാ, വല്ലാത്ത ദാഹം. നമുക്ക് ഈ കടക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടും ചെയ്യാം. അല്ല, എല്ലാരെയും പരിചയപ്പെടണം. വേണം, കാരണം ഇതാണ് നമ്മൾ അങ്ങാടി. ഇവിടെ നമുക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ വേണ്ടേ? ഓ, ഗ്രൗണ്ട് സപ്പോർട്ട്. അതെ. ശരി, എന്നാ കേറ്. അല്ല, കേറുന്നതിനാ ഇറങ്ങല്ലേ വേണ്ടേ? ഓർഡർ ഈസ് ഓർഡർ. കേറോ. പിടിച്ചിരുന്നോളണം. ഓ നാട്ടുകാര്, ഞാൻ ഈ നാട്ടുകാരനാവാൻ വന്നിരിക്കുന്നവനാണ്. പേര് ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ. പേര് പൂക്കുഞ്ഞ്. തന്റെ പേരല്ലോ, എന്റെ പേര്. ഇതിപ്പോ ബട്ട് വിടായോ? എന്റെ പേര് ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ. അതെ, ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ. ഇപ്പോൾ ജോലി കൃഷി. ജോലി ജോലി കൃഷി. ഇവിടെ നിന്നും ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് വിമുക്ത ഭടന്മാർക്ക് സർക്കാർ പതിച്ചു തന്ന ഭൂമിയിൽ 7 ഏക്കർ ഭൂമിയിൽ 7 ഏക്കർ ഭൂമിയിൽ. അതെ, 7 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്തു വരികയാണ്. അതെ. അപ്പോഴാണ് നമ്മൾ ഇവിടെ സ്ഥലം വാങ്ങുന്നത്. ആരുടെ സ്ഥലം? ശാരദാമണിയുടെ സ്ഥലം. ശാരദാമണി നമ്മുടെ ഉണ്ണിയാർച്ച. അതെ, ഉണ്ണിയാർച്ച. ഉണ്ണിയാർച്ചയുടെ അനുജൻ ഗോവിന്ദൻകുട്ടിയുടെ സ്ഥലം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എന്നെ വന്ന് പരിചയപ്പെടാം. ഇഷ്ടമുള്ളവർക്ക് എന്നെ ഒന്ന് പരിചയപ്പെടാം. തന്നെയല്ല, എന്നെ. വന്നോളൂ മക്കളെ, പരിചയപ്പെടാം. എന്താ കർത്താവ്യ നമ്മളീ കണ്ടത്? ഇതിന്
ഉന്മാദം എന്ന് പറയും. പച്ച മലയാളത്തിൽ ഭ്രാന്ത്. ഈ പൂക്കുഞ്ഞിനുണ്ടോ ഭ്രാന്ത്? അവനുണ്ട് കുറേശ്ശെ. അല്ലെങ്കിൽ ഇപ്പൊ അയാളുടെ ADC ആയിട്ട് പോയില്ലല്ലോ. എന്നാലും ആ സ്ഥലം നമുക്ക് കൈവിട്ട് പോയല്ലോ രാമ. എങ്ങനെയുണ്ട് വൈദ്യുതി നമ്മളെ പട്ടാളം? ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാന്നാ തോന്നണേ. അയാളുടെ മാത്രമല്ല, എന്നാ എന്റെ ഒരെണ്ണം തെറ്റിക്കിടക്കുക. അല്ലെങ്കിൽ നീ കൂടി ചേർന്ന് കോപ്പറേറ്റ് കാണിക്കോ? തടി കേടാവാണ്ട് കിട്ടി. ഞാനൊന്ന് വരണ്ടിട്ട് റബ്ബേ. പൂത്ത കാശാ. ചാരായ ഷാപ്പിൽ പരിചയപ്പെടാൻ ചെല്ലുന്നവർക്കൊക്കെ 100 മില്യൺ ഫ്രീ അല്ലേ? ചെല്ലിരാമ പോയത് 100 പൂശ്. അവന് വേണ്ട. എന്നാലും ഒന്ന് പരിചയപ്പെടാം. അന്യ നാട്ടിൽ നിന്ന് വന്ന ഒരാളല്ലേ. എന്നാ വൈദ്യുതരും വാ. ചാരായ ഷാപ്പിലേക്കോ? ആ. എന്റെ പട്ടി വരും. ഇതിപ്പോ പട്ടിനെ വിളിക്കാനൊക്കെ പോകാൻ പറ്റുമോ? എന്റെ 200 റുപ്യ ഇപ്പൊ ഇവിടെ അയക്കണം. പിന്നെ വൈദ്യുത ഇന്നലെ കറിവിക്കണ്ടാന്ന്. ഇങ്ങനെ കാര്യം നമ്മൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഈ പട്ടാളത്തിന്റെ കൂടെ നമ്മളങ്ങോട്ട് കൂടും. പിന്നെ ശാരദാമണിയുടെ മുറ്റത്തല്ലേ നമ്മള്. ബാക്കി കാര്യം നമ്മളേറ്റെന്ന് ഒക്കെ ഇങ്ങക്ക് വേണ്ടിയാ. ആ വിചാരം ഇങ്ങക്ക് ഉണ്ടായാൽ മതി. അപ്പോ ഒരു കോഴിയെ എങ്ങനെ പാകം ചെയ്യാമെന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. കൊല്ലുന്നതിനും തൊലി പൊളിക്കുന്നതിനും 1 മിനിറ്റ്. എത്ര മിനിറ്റ്? 1 മിനിറ്റ്. അതെ, 1 മിനിറ്റ്. ക്ലീൻ ചെയ്യാൻ 1.5 മിനിറ്റ്. മുറുക്കാൻ 2 മിനിറ്റ്. അപ്പോ ആകെ എത്രയായി? 1ഉം 1.5യും 2ഉം 4.5 മിനിറ്റ്. ദാ കഴിഞ്ഞു. അല്ല ലാൽസായി, നിങ്ങൾക്ക് പട്ടാളത്തില് കുസരിപ്പണിയായിരുന്നോ? 3 മഹായുദ്ധങ്ങൾ കണ്ടവനാണ് ഞാൻ. 1962 ഇൻഡോ ചൈനീസ് വാർ, ഇൻഡോ പാക് 1965 ആൻഡ് ദി ഗ്രേറ്റ് മുക്തിവാഹിനി ഓപ്പറേഷൻ 1971. ഡാക്ക വീഴുമ്പോൾ ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ ഒരു ചാർനാർ സിഗരറ്റും വലിച്ചങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ മേനോൻ ചേട്ടാ യുദ്ധത്തിനൊന്നും ഉണ്ടായില്ലേ? യുദ്ധത്തെ പറ്റി നിങ്ങൾ സിവിലിയൻസിന് എന്തറിയാം? പിന്നെ കുറച്ചു കാലം കുശിനി പണിയും ചെയ്തിട്ടുണ്ട്. ഓർഡർലി ടു മേജർ മൽഹോത്ര. അത് ശരി. അങ്ങനെ സത്യം പറയില്ല ലാൽസായി. പരിഹസിക്കരുത്. ഒരു പട്ടാളക്കാരനെ ഒരിക്കലും പരിഹസിക്കരുത്. പട്ടാളക്കാരനെ പരിഹസിക്കരുത്. അതെ, എന്തു പണിയും നമ്മൾ അറിഞ്ഞിരിക്കണം. കുശിനിപ്പണി, അലക്ക്, കൃഷി, കട്ടിംഗ്, ഷേവിംഗ്, മെക്കാനിസം, ആശാരിപ്പണി, കൽപ്പണി, അങ്ങനെ എന്തും. തുമ്പോ ഓക്കാം ജാൻദേഹിക്കാൻ ചോദിച്ചാൽ നൈം മാലൂം സാബ് എന്ന് പറയരുത്. ജിഹാം സാബ് അങ്ങനെ ആയിരിക്കണം. റെഡി ഫോർ കുക്കിംഗ്. കഴുകിയെടുത്തോളൂ. അപ്പൊ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞില്ല. എന്താണ്? പെണ്ണുകെട്ട്. ആ പെണ്ണ് കെട്ടുള്ള കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ആക്രാന്തം കണ്ടില്ലേ? ഒരു പട്ടാളക്കാരന്റെ ജീവിതത്തിൽ പെണ്ണ് ശരിയാവില്ല. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നിട്ടാകാമെന്ന് വെച്ചു. പിരിഞ്ഞു വന്നപ്പോൾ ഞാൻ ശരിയാവില്ല എന്നായി. ഇപ്പോ 5-6 മുടിയും നരച്ചു. പക്ഷേ വയസ്സ് വെറും 41 ഉള്ളൂ. ഇപ്പോ പെണ്ണൊരു അത്യാവശ്യമായി തോന്നുന്നില്ല. അത്യാവശ്യമായി തോന്നുന്നില്ല. പക്ഷേ നമ്മൾ അത് പറയൂലേ ലാൽസായി. 3 പെണ്ണെട്ടുവാനാണ് ഞാൻ. 3നും പിരിച്ചു വിട്ട്. ഇനിയിപ്പോ ദാ ഒരെണ്ണം നോക്കണം. ഇനിയൊരെണ്ണോ ഈ പ്രായത്തിലോ? അതെന്താ? പല്ല് പോയിഞ്ഞാലും ആശ വിടൂല മോനെ. പെണ്ണെന്ന് പറഞ്ഞാലേ അവളൊരു മധുര കനിയാണ് മോനെ, മധുര കനിയാണ് ലാൽസായി, മധുര കനിയാണ്. എപ്പൊ തുടങ്ങിയതാ ഈ ബഹളവും ചിരിയും അട്ടഹാസവും? കയ്യണ് കയ്യണ്. അമ്മമ്മ അത് രസമല്ല, സാമ്പാറാ. സാമ്പാറാ? അമ്മമ്മ ഒന്ന് പതുക്കെ തിന്നു. ആരും പാത്രത്തിൽ നിന്ന് എടുത്തോണ്ട് പോവൊന്നുമില്ല. എന്റെ അമ്മാമേ, ഈ വൃത്തിയായിട്ട സ്വഭാവങ്ങളൊന്നും കളഞ്ഞൂടെ? ഇതാണ് ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ കഴിക്കാൻ വരാത്തെ. അമ്മാമയ്ക്കത് ശീലായിപ്പോയി മോളെ.
ശീലം. വേണ്ട മതി സുഭിക്ഷായി. ഛേ, എന്താ നാറ്റം? അപ്പുറത്തെന്തോ ചൂടോ പൊരിക്കൊക്കെ ചെയ്യുന്നുണ്ട്. കോഴിയിറച്ചിയാണെന്ന് തോന്നുന്നു. ചെന്ന് ചന്ദനത്തിരി പണിതാ മതി. നാശം. ഛേ, എങ്ങനെ ജീവിക്കൂടെ? നാടകോഴിയ അമ്മനെ കുട്ടി ഒരു പിടിയും കൂടി വിടട്ടെ. അപ്പൊ മതിന്ന് പറഞ്ഞിട്ട് നാടനല്ലേ? മതി മതി കറി വേണ്ട. ഐ എം റിയലി സോറി മാൻ. ഞങ്ങൾ പട്ടാളക്കാർക്ക് എന്റർടൈൻമെന്റ് എന്നുള്ളതാണ്. അതാരെയും ബുദ്ധിമുട്ടിക്കാനല്ല, എൻജോയ്മെന്റ്. ഞാൻ രാവിലെ വന്നതും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല. നാളെ മുതൽ നമ്മൾ ആശാരിപ്പണി തുടങ്ങുകയാണ്. ഇന്ന് തടിയെടുക്കും, ആശാരിമാർ വരും, കോട്ടയ്ക്കിൽ നിന്ന് കൊണ്ടുവരിക. അപ്പോ ഞങ്ങൾക്കൂടെ വെളിച്ചമില്ല, നോ ഇലക്ട്രിസിറ്റി. ഒരു ബൾബിടാനുള്ള പവർ കടം തരണം. അതിന്റെ ബില്ല് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം. ഒന്നും മിണ്ടി കേട്ടില്ല. ശങ്കരൻകുട്ടിയുടെ വീട്ടിൽ നിന്നും വലിക്കാം, പക്ഷെ വഴി ക്രോസ് ചെയ്യേണ്ടി വരും. എളുപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ തലയ്ക്ക്? നമ്മൾ പരസ്പരം അങ്ങനെ വിശ്വസിക്കുന്നതാണ് കുഴപ്പം. ഏത്? എനിക്കല്ല ഭ്രാന്ത്, നിങ്ങൾക്കാ. ഉണ്ടെന്ന് ഉള്ളവരാരും സമ്മതിക്കാറില്ല. അത് പോട്ടെ, കറണ്ടിന്റെ കാര്യം തന്നൂടെ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ മേം സാർ. എന്താ സാർ? കുന്തം. എന്താ ശാരദാമണിയമ്മേ? താൻ പോടോ. അപ്പോ നാളെ മുതൽ നമ്മുടെ ജോലി ആരംഭിക്കുക. അപ്പൊ ഇന്ന് പണിയില്ലേ? നിങ്ങൾ എന്താണ് മേസ്ത്രി മൂപ്പർ പറയുന്നത് കേക്ക്? ആരും ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയും. ഒരു കാര്യം മറക്കരുത്, ഞാനൊരു പട്ടാളക്കാരനാണ്. അതിൻ്റെതായ ഡിസിപ്ലിൻ ആവശ്യമാണ്. പറയുന്നത് ചെയ്യുക, പറയുന്നത് മാത്രം ചെയ്യുക, പറയുന്നത് മാത്രം ചെയ്യുക, പറയുന്നത് മാത്രം ചെയ്യുക. വെരി ഗുഡ്. അപ്പോ ഇന്ന് നിങ്ങളുടെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് എല്ലാം നീറ്റാക്കി വെക്കുക. എന്ത്? ഞാൻ ഒരിക്കൽ പറഞ്ഞു, തോക്കിനിടയിൽ കയറി വെടിവെക്കരുതെന്ന്. ഇടയിൽ കയറി വെടിവെക്കരുത്. ആ, അപ്പോൾ ആംസ് ആൻഡ് അമ്യൂണിഷൻസ്, നിങ്ങളുടെ പണിയായുധങ്ങൾ, ചെറുളി, വീതുളി, ചിന്തേരുളി, കൊട്ടുവടി, ഇങ്ങനെയുള്ള നിങ്ങളുടെ പണിയായുധങ്ങളുണ്ടല്ലോ, എല്ലാം റെഡിയാക്കി വെക്കുക. ഞങ്ങൾ പട്ടാളക്കാർ അങ്ങനെയാണ്. ഏതു നിമിഷവും ഒരു മൂവ്മെന്റിന് റെഡി ആയിരിക്കും. ഏത് അടിയന്തര വെല്ലുവിളികളെയും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. അല്ല ലാൽസായി, ഇവിടെന്താ യുദ്ധം നടക്കാൻ പോവാ? ഒരു തരത്തിൽ യുദ്ധം തന്നെ, മരത്തടികളുമായുള്ള യുദ്ധം. ജോലി ചെയ്തില്ല എന്ന് വെച്ച് ഇന്ന് കൂലിയില്ല എന്ന് കരുതണ്ട. എല്ലാവർക്കും കൂലിയുണ്ട്. എന്നാ കുഴപ്പമില്ല. 100% ആത്മാർത്ഥതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 100% ആത്മാർത്ഥത. 100% ആത്മാർത്ഥത. അതെ, ആത്മാർത്ഥത. ഇവിടെ നിങ്ങൾക്ക് നല്ല ശമ്പളം തരും, ആഹാരം തരും, കിടക്കാൻ ഇടം തരും, വൈകിട്ട് മിനുങ്ങാൻ ചാരായവും ഉണ്ട്. പിന്നെ ജോലി കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ്, വിനോദങ്ങൾ. എന്നാൽ നമുക്കൊരു 3-4 പെണ്ണുങ്ങളും കൂട്ടിക്കൊണ്ടതായിരുന്നു. നോ നോ നോ, സന്മാർഗം വേണം. പണിയെടുത്ത് ക്ഷീണിക്കുമ്പോ കിടന്ന് ഉറങ്ങാൻ സമ്മതിച്ചാ മതി. മേസ്ത്രി, വിനോദമുണ്ടെങ്കിലേ മനസ്സിന് സന്തോഷം വരും. സന്തോഷമുണ്ടെങ്കിലേ ജോലി ചെയ്യാൻ പറ്റും. ജീവിതം എന്തിനുള്ളതാണ്? എന്തിനുള്ളതാണ്? പറഞ്ഞ പോലെ ഇത് എന്തിനുള്ളതാണ്? ജീവിക്കാൻ. നോ, ഇവനാര്? വെറുതെ ജീവിക്കാനല്ല, ആസ്വദിക്കാൻ. പറവകളെപ്പോലെ പറന്നു 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 പോകാൻ. പറവകളെപ്പോലെ പറന്ന് പറന്ന് പറന്നു പോകാൻ. എന്തമ്മോ പറന്നോ നീലാണ്ട പോലീസ്. വെൽക്കം പോലീസ്മാൻ. നായിന്റെ മോനെ വെൽക്കം. നീയാണോ മുന്തൻ മേനോൻ? അതെ, വെറും മുകുന്ദൻ മേനോനല്ല, ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ. അവന്റെ അമ്മയുടെ നായിക്ക് നാട്ടുകാർക്ക് സമാധാനം കൊടുക്കില്ല അല്ലടാ? നാട്ടുകാർക്ക് ഞാനല്ലല്ലോ സമാധാനം കൊടുക്കേണ്ടത്. ഞാനല്ലല്ലോ സമാധാനം കൊടുക്കേണ്ടത്. ആശാരിപ്പണിക്കാരാ. നിന്റെ ആശാരിപ്പണിയൊക്കെ ശരിയാക്കി തരാം. SI ചെല്ലാൻ പറഞ്ഞു. കേരള ജീപ്പിലെ ഒരു പട്ടാളക്കാരന് സഹനശക്തി കൂടുതലാണ്. പക്ഷേ അതിർത്തി രേഖ കടക്കരുത്. അതിർത്തി രേഖ, നിന്റെ അമ്മയുടെ അതിർത്തി രേഖ. പോലീസിനെ മാനിക്കുന്നവനാണ് ഞാൻ. കയ്യേറ്റം വേണ്ട.
കേറടാ ജീപ്പില്. ഓഹോ മാം സാബ് ഹാപ്പി, വെരി ഹാപ്പി. കേറടാ. ഇനി തള്ളിയ കളിമാണ്. താൻ പോലീസ് ആണെങ്കിൽ ഞാൻ പട്ടാളമാണ്. ഞാനൊരു ഇടി ഇടിച്ചാൽ തന്റെ ഈ ചീക്ക വയർ കലങ്ങും. കേട്ടോ ജീപ്പിലെ. ഇത് വേണ്ടായിരുന്നു ശാരദമ്മേ. അവര് കൊണ്ടുപോയി എല്ല് വെള്ളാക്കും അയാളുടെ. വെള്ളം ആവട്ടെ, ശാരദയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പഠിക്കട്ടെ. വാട്ടൂന്ന് വെച്ചാ വാട്ടും. SI തണുപ്പനാണെങ്കിലും നീലാണ്ടം പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ, 100 വീശേ ചെയ്തു. ശാരദാമണി കണ്ടോളൂ, പട്ടാളത്തിന് എല്ലൂരിട്ടേ വിടൂ. അല്ലേ രാമ? പിന്നെ അല്ലാണ്ട്. രാമ രാമ രാമ. നടക്കാൻ വയ്യാതായിട്ടുണ്ടാവും, അതാവും ജീപ്പിൽ കൊണ്ടുവന്നത്. താങ്ക് യു. എന്ത് ഊരിയിട്ടൊന്നുമില്ല വൈദ്യരെ, ഒരെല്ലൂടെ മുളച്ചു എന്നാ തോന്നണം. ഓഹോ, എല്ലാരും ഉണ്ടല്ലോ. പോലീസ് കൊണ്ടുപോയി എന്നെ അങ്ങ് വിഴുങ്ങുമെന്ന് കരുതി. ഇറങ്ങി പോടോ. ഓടി അവിടെ അടിച്ചതിന്റെ ചെവുക്കല് കയർക്കും. 100ാമത്തെ പ്രാവശ്യം അവള് പറയുന്നത് കയറരുത്, ഇറങ്ങരുത്. കയറണമെന്ന് തോന്നിയാൽ ലാൻസ് നായക് മൂന്നൻ മേനോൻ കേറിയിരിക്കും. കയറണമെന്ന് തോന്നിയാൽ കേറിയിരിക്കും. അതെ. നാട്ടുകാരോട് കളിക്കുന്ന കളി എന്നോട് എടുത്താലുണ്ടല്ലോ, മൂക്കിയാൻ അരിയും. മൂക്കിയാൻ അരിയും. അതെ. അവർക്കൊരു വാളും ചെലമ്പും കൂടെ കൊടുക്ക്, തുള്ളട്ടെ. ഡാക്ക പിടിച്ചവനാടി ഞാൻ, പിന്നെയാണോ നീ? കുടുംബത്തിൽ കയറി വന്ന് ചീത്തന്നേരി പറയണ കേട്ട് നിൽക്കണ്ടില്ലേ? ഞാനെ, നിങ്ങൾ പട്ടാളാണ്, ഡാക്കിയാണ്. ഞാൻ സന്യാസിയാണ്. ഞാൻ ശപിച്ചാൽ 3 ലോകങ്ങൾ കത്തും. എന്നാ ഒന്ന് കത്തിക്ക് സന്യാസി, ഇതൊന്ന് ഭരിക്കട്ടെ. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഇനി മുതലാണ് ലാൻസ് നായക് മുകുന്ദൻ മേനോന്റെ തനിനിറം കാണാൻ പോകുന്നത്. കർത്താവേ, പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. ഈ നാട്ടിലെ മുഴുവൻ ചെറ്റകളെയും ഞാൻ കൊണ്ടുവരും. തനിക്കും വരാം, തനിക്കും വരാം. വരാം. ആ. Silence. ജോലി ചെയ്യുമ്പോൾ ജോലി, അതിനിടയിൽ സംസാരം പാടില്ല. സംസാരിക്കാനും രസിക്കാനും സമയം വേറെ ഉണ്ടല്ലോ. വേഗം പണി തീർക്കണം, വേഗം പണി തീർക്കണം. അതെ. പോരാ, നല്ല മിനുസം വേണം. മുഖം നോക്കിയാൽ കാണണം. അതിന്റെ നല്ല കരിവീട്ട് തന്നെ വേണം. എന്തിന്? ഈ തടി തന്നെ മതി. നിങ്ങൾ ചിന്തേര തള്ളുന്ന രീതി ശരിയല്ല. മറക്കൂ, ഞാൻ കാണിച്ചു തരാം. അതെ, നിങ്ങൾക്ക് ഇവിടെ കണഗുണ വർത്താനം പറഞ്ഞിരുന്നാ മതി. ഉച്ചക്ക് വിഴുങ്ങാൻ വന്നിരിക്കുമ്പോ കാച്ചാൻ പപ്പടില്ലാന്ന്. ചിന്തേരിന്റെ ഇടയിലാണോ പപ്പടം? പപ്പടത്തിനിടയിലാണ് ചിന്തേരി. ആ, പോയി വാങ്ങി. അയ്യോ, ആണാണോ? ഞാൻ വിചാരിച്ച് പാമ്പാണെന്ന്. എന്തിനാ വന്നേ? എങ്ങനെയോ വന്നു പോയിട്ടാ, തിരിച്ചു പോവാൻ വഴി അറിയില്ലാട്ടാ. എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്നാ പൊക്കോ. ഒരു സ്മോള് കിട്ടിയ ഞാൻ ട്രൈ ചെയ്യാട്ടാ. അവിടെ നിന്ന് കഴിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ടാ. ഇനി എനിക്ക് വഴി പറഞ്ഞു തരുമോ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എങ്ങനെ എങ്ങനെ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എന്റെ അമ്മേ, എന്ത്? ഒന്നുമില്ല. ആ, ഇരുട്ടത്ത് കടപ്പുറത്തൂടെ ഒരുപാട് ദൂരം നടക്കണം. കുറച്ചു ദൂരം ചെന്ന് സൂക്ഷിച്ചു നോക്കിയാ ട്യൂബ് ലൈറ്റുകൾ മിന്നുന്ന കാണാം. ഞങ്ങൾ എളുപ്പ വഴി അങ്ങ് എത്തിക്കൊള്ളാം. പരന്തു, ഇങ്ങനത്തെ ഒരു ഗ്ലാസ് നിറച്ചു. ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സും ഇല്ല, 2 ഗ്ലാസ്സും ഇല്ല. വരുന്നു, ഇയാള് പോടോ. 2500 രൂപ ശമ്പളം ഞാൻ അമ്മാവനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1500 കിട്ടും. 1000 രൂപ എടുത്തിട്ട് 500 രൂപ എനിക്ക് തരണം. പരന്തു, പരുന്തും പ്രാവും ഒന്നും അല്ലെന്ന് ഞാൻ പറയുന്നേക്ക്. സായിപ്പന്മാർക്ക് പുട്ടും കടലയും കൊടുത്ത് ബിസിനസ് ഉണ്ടാക്കാമെന്നാണ് എന്റെ ചേട്ടൻ വല്ലഭായിയുടെ ഐഡിയ എന്ന് എനിക്ക് അറിയാമല്ലോ. പുട്ടും കടലയും നല്ല ഐഡിയ അല്ലേ ബായി? ഐഡിയ നല്ലതായിരിക്കും, പുട്ടും കടലയും.
പക്ഷെ തനിക്ക് 300 രൂപ ശമ്പളം കിട്ടും. അനാമന തന്ത്രത്തിൽ നടക്കണ്ടേ? താൻ ഗോവയാണ്, ഗബ്രിയേലാണെന്നൊക്കെ പറഞ്ഞ് രൂപ 2000 ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. താൻ കടുത്തുരുത്തിക്കാരൻ ചാക്കപ്പനാണെന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആകെ നാറും. ആ വല്ലഭായി ഇടപെട്ട് പാര വെച്ചാൽ പിന്നെ ഈ തെരപിടിച്ച് കടുത്തുരുത്തിക്ക് പോക്കോണ്ടാ മതി. രാവിലെ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മാവനെ ഏൽപ്പിക്കണം. അമ്മാവനത് എനിക്ക് തരും. പർച്ചേസ് ഞാൻ നടത്തും. പർച്ചേസ് മുർച്ചേസ് താൻ നടത്തണം. ഈ കഴുത്തിൽ തൂവാല കെട്ടിയിട്ടുള്ള പിശാചിന്തിനെ ഇയാളോട് നടക്കണേ? അനാമന തന്ത്രത്തേക്ക്. പരന്തു, എനിക്കൊരു കാര്യം ഉറപ്പായി. എന്താ? ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ. ചുറ്റിക്കളി ഡി കർക്കടക. ക്യാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എച്ച് എം എത്തിയിട്ടില്ല. എച്ചമോ? എച്ച് എം ഹോം മിനിസ്റ്റർ എത്തിയിട്ടില്ല. 1 മണിക്കൂറാവും. അതിന് ഞാൻ തോന്നണം. നമുക്കൊരു കാപ്പ് കുടിക്കാം. എന്താ? എന്തിന്? എടാ മിനിസ്റ്റർ ഒരാൾ കാര്യം നടക്കൂ. അയ്യോടാ, നീ മിനിസ്റ്ററും ഗവർണറും ഒന്നും കാണണ്ട. നീ ആ സെക്ഷനിൽ പോയി ചോദിച്ചാൽ മാത്രം മതി. സർ, സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരുടെ ലിസ്റ്റിൽ നിന്നും അടുത്ത ബാച്ചിനെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കുക ഒന്ന് നോക്കി പറയാമോ സാർ? ഇത്രേ ഉള്ളൂ കാര്യം. എടാ ഇത് സെക്രട്ടേറിയറ്റ് ആണ്, കാളത്തന്തല്ല. നീ പറയുന്ന സെക്ഷൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അയ്യോടാ, ഒരു മിനിസ്റ്റർ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റ് പോകണമെങ്കിൽ മിനിസ്റ്ററുടെ ടേബിൾ കടന്നു വേണം പോകാൻ. അതെ, പോണം. പൊയ്ക്കോ. പോകുന്നതിൽ പ്രശ്നമില്ല. ഞാൻ പോയി ഡിപ്പാർട്ട്മെന്റിൽ ഇക്കാര്യം തോമസ് ഊട്ടെടുത്തോ രാമേന്ദ്രന്റെ അടുത്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിനിസ്റ്റർ അതുവഴി വന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പസം തെറ്റും. ഈടാ, അതിന് നിങ്ങളുടെ ഇരിപ്പത്തിനാ തെറ്റുന്നത്. ഇതാ നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞത്. ഇടാ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് അങ്ങനാ, വെരി ക്ലോസ്. ചുരുക്കത്തിൽ സംഗതി നടക്കുകയല്ലെന്നർത്ഥം. ഒരിക്കലും ഇല്ല. റീത്ത നടന്നോളൂ, ഞാൻ വരാം. നീ ഇവിടെ വെയിറ്റ്. ഞാൻ റീത്തയുടെ ഒരു മാർക്ക് ലിസ്റ്റ്. അല്ലേ വേണ്ട, നീ കോപ്പീസ് വെയിറ്റ്, ഞാൻ അവിടെ വരാം. അല്ലേ വേണ്ട, ഞാൻ യൂണിവേഴ്സിറ്റി പോയി റീത്തയുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത്. പോടാ. വെയിൽ കൊള്ളണ്ട, കറുക്കും. യൂസ് ഡെൽറ്റ ക്രീം. ഏതാ ഈ പുതിയ കുസുമോ? എന്താ മണപ്പിക്കാൻ തോന്നുന്നു? വിരോധമില്ലെങ്കിൽ. ഒരു വിരോധവും ഇല്ല. ഒന്ന് എണീറ്റേ. എണീക്ക്. ഓക്കേ. ആ മഡ്ഗാർഡ് ഊരിക്കെ. ഊരി. അയ്യടാ, കണ്ടേച്ചാലും മതി. മണപ്പിക്കാൻ വരുന്നു. ഹായ് സുധു ഡാർലിംഗ്. വണക്കം വേണിയമ്മ. ഇങ്ങോട്ടെ കാലത്ത് കോഴിയൊക്കെ ആയിട്ട്. ചുക്കർക്കടക ഡാം ആൻഡ് ഡ്യൂ. ന്യൂ കുക്ക് അറൈവ്ഡ്. മിസ്റ്റർ ഫെലിക്സ് സ്റ്റാൻസിലാവ്സ് ലാബ്രഡോർ ഫ്രം ഗോവ. നമ്മുടെ ഹോട്ടൽ പുതിയ മുഖം തേടുന്നു. വെയിറ്റേഴ്സിന് ആവശ്യമുണ്ടോ? ആ. 3 എണ്ണം. യവന്മാരിവിടുത്തെ സ്ഥിരം വെയിറ്റേഴ്സാ. ഓൾവേസ് വെയിറ്റിംഗ് ഫോർ നത്തിങ്. യവന്മാരെ ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിക്കണ്ട. യവന്മാരിവിടെ ഇരുന്ന് വേരും നാരായ പേരും ഇറങ്ങി പൂവും കായും ഒക്കെ ആയി വലിയ വലിയ മഹാഗണി വൃക്ഷങ്ങളാകും. ഏതെങ്കിലും പെമ്പിള്ളേർ ഇതുവഴി പോകുമ്പം പതുക്കെ കൊണ്ട് ചായി അങ്ങനെ ചാഞ്ഞ് 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 യവന്മാരെ ഫോറസ്റ്റുകാര് വെട്ടിക്കളെ അതോടെ തീരും. വൈകിട്ട് വീട്ടിൽ ഷട്ടിൽ തുടങ്ങും. വരുമോ? ഷുവർ, ഐ എം എ ബോൺ ഷട്ടിൽ മാൻ. പറ്റേ. ഓക്കെ. വരച്ചു കഴിഞ്ഞില്ലേ അളി? വരച്ചു കഴിഞ്ഞില്ലേ അളി? നീ ആര്? പ്രകാശ് പതുക്കോണോ? പറയുമ്പോ വരയ്ക്കാനും വരച്ചതൊക്കെ മായ്ക്കാനും. സത്യം പറയാളി, എനിക്കൊരു സ്പോർട്സ് മാന്റെ കെട്ടപ്പില്ലേ? നീ നോക്കടാ, നൂല് പിടിച്ചതുപോലെ ബ്യൂട്ടിഫുൾ. ഇറങ്ങി പതുക്കോണം. അപ്പുറത്ത് വേണി പതുക്കോണം, നീയും. Right, we will kill them, baby darling. Okay, Come on, Vinny. Love everybody. Sir, it. Love one love. എവിടെ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കൂടുന്നോ? ഏയ് നിർത്തണം. ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടോ വന്നത്. ഞാൻ പോട്ടെ. ഈ ഗെയിം തന്നിട്ടു കഴിച്ചിട്ട് മതി. ഇത്രേ ഉള്ളൂ. ഇത്രയൊക്കെ ആയാലും നിങ്ങൾക്ക് എന്നെ വിശ്വാസല്ലേ? ഇനി ഇതയ്യ ഒരൊറ്റ ഉറപ്പുള്ളൂ എന്റെ അടുത്ത്. മാണെ വിശ്വസിച്ചാ മതി. എത്ര കൊല്ലായി? ആന്റിയുടെ ബ്ലൗസാ, മമ്മി തന്നയച്ചതാ. ഉള്ളായിട്ടുണ്ടോ നോക്കിയേ. എടാടാ, എങ്ങോട്ടാ രാവിലെ കെട്ടിയെടുക്കുന്നത്? അമ്മ, എനിക്ക് അത്യാവശ്യം സെക്രട്ടേറിയറ്റ് ഒന്ന് പോണം. എങ്ങും പോകണ്ട. ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് അവധിയാ. ഈ കൗണ്ടറിൽ ഇരുന്നുള്ള ഭരണമൊക്കെ മതി. അമ്മ എന്തായി പറയുന്നേ? കൗണ്ടറിൽ ഇരിക്കാൻ ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു. അമ്മേ, എന്ത് പറ്റി ജേതുപിള്ളേ? എന്ത് പറ്റിയെന്നോ? എന്നും രാവിലെ സെക്രട്ടേറിയറ്റ് MLA മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത് ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കാനാ. ഇപ്പൊ അറിയണുള്ളൂ നിങ്ങള്. കൊറേ കാലായില്ലേ ലൈലാമജിന് കളി? നേരാണോടാ?
എടാ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിന്നെ ഒരു MLA ആക്കി, ഒരു മന്ത്രിയാക്കി. ആവൂല, ഒരിക്കലാവൂല. എങ്ങനെ വിളങ്ങക്കുമാരി ഒന്നും ഉണ്ടായിപ്പോയി എന്നാണ് ഞാൻ നോക്കണേ. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കൂട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. എടാ ഹിരോഷ, ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛാ, ഞാൻ ഹിരോഷിനല്ല, ഹിരോഷിമയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം. ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം. അല്ല കാക്കട്ടെ. എടാ മോനെ, നീ എങ്ങും പോകല്ലേ. അമ്മേ, ഞാൻ എങ്ങും പോവല്ല. റോഡ് വരെ പോയിട്ട് ഇപ്പൊ വരാം. പോയിട്ട് വന്നിട്ട് എനിക്ക് 4 വാക്ക് സംസാരിക്കാൻ എല്ലാവരോടും, എസ്പെഷ്യലി. ഇവിടെ ഉണ്ടാക്കുന്ന ചാപ്പാട് മുഴുവൻ ഇവിടെ ഉള്ളവരും ചുറ്റുപാടുള്ളവരും തിന്ന് തീർക്കുക. അല്ലാതെ ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല, ടൂറിസ്റ്റും ഇല്ല. അടച്ചു പൂട്ടാമെന്ന് വെച്ചാൽ 2 എണ്ണം അപ്പ വരും അവകാശം പിടിക്കും. എല്ലാം വിറ്റ് തൊലയ്ക്കും. അതുകൊണ്ട് ഇതങ്ങ് നടത്തിക്കൊണ്ട് പോവുക. ഹിരോഷിനാണെങ്കിൽ രാഷ്ട്രീയത്തിലാണ് താല്പര്യം. അവനെ എങ്ങനെങ്കിലും ഒരു MLA ആക്കണം. ആകും. ഈ പോക്ക് പോയ MLA അല്ല, മന്ത്രി വരെ ആവും. പരന്തു അവൻ എല്ലാ ചുറ്റുകളിയും അറിയാം. അവൻ നല്ല മിടുമിടുക്കനായ ഒരു അയ്യോ. പറക്കാനാ ഞാൻ പറഞ്ഞത്. എന്താ ജഗത് പിള്ളേ? കുപ്പി എവിടെ? കുപ്പിയോ? ഏത് കുപ്പി? റമ്മിന്റെ കുപ്പി എവിടെയെന്ന് രണ്ടുപേരും പറഞ്ഞില്ലേ? പോയി നോക്കണമല്ലോ. വാ. ജഗതു, മിണ്ടി പോകരുത്. അവിടെ ഒന്നും കാണുന്നില്ല. ഇത് നീ കണ്ടെന്ന് പറഞ്ഞോ. 38 വർഷം നിന്റെ കൂടെ ജീവിച്ചിട്ട്. ചേട്ടാ, എത്ര വർഷം പറഞ്ഞത്? 38 വർഷം. താൻ സോസിന്റെ കുപ്പിയിൽ റമ്മ ഒഴിച്ച് അമ്മ കൊടുക്കാൻ ഞാൻ കണ്ടല്ലോ. ആ കുപ്പി എവിടെ? ഇതാണോ കണ്ടത്? ഇത് തന്നെ, ഇത് തന്നെ. പരന്തു, ഇത് സോയാബീൻ സോസാണ്. മാഡം മണപ്പിച്ച് നോക്കൂ. ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിള്ളസാൻ എന്നോട് പറഞ്ഞു. പാവം മനുഷ്യൻ. അതിനു വേണ്ടിയാ ഈ സോയാബീൻ സോസ് ഞാൻ എടുത്തത്. അതൊരു തെറ്റാണോ? എന്റെ ചിക്കൻ സത്യമുള്ളതാ. കർക്കിടക ചിക്കൻ സത്യമായിട്ട് ഞാൻ പറയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിക്കുമായിരിക്കും, പക്ഷെ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ എന്നെ പിരിച്ചുവിട്ടേക്കൂ. ഞാൻ ഗോവയിലുള്ള എന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോളാം. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. പാവ സ്ത്രീ. ചേട്ടാ, ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് ഭ്രാന്തുണ്ടായിരുന്ന? എനിക്ക് നാണ അവരോട് തെണ്ടി. ഒരവണ സാ മനുഷ്യൻ കഴിക്കുന്നില്ല. തനിക്ക് എന്താ വിഷമം? തന്റെ അപ്പന്റെ കാശൊന്നല്ലോ. ഗുഡ് മോർണിംഗ്. ഈ തോക്ക് പിടിക്കുന്നതിന്റെ ഒരു ഗമയൊക്കെ വേണ്ടേ? പൂന്താലി പിടിക്കുന്ന പോലാണോ തോക്ക് പിടിക്കുന്നത്? ചവിട്ടി പദം വരുന്നല്ലേ എളിയ? ഉറച്ചില്ലേ? ഞാൻ കണ്ടേ, ചവിട്ടിയ തറ ഉറച്ചു കാണും. വേണൽ എഴുത്തൊക്കെ ഉണ്ടോ? ആവശ്യത്തിന് മാത്രം എഴുതിയാൽ മതി എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനേതായാലും ഒരു കത്ത് എഴുതുന്നുണ്ട്. അതിനു മുമ്പ് തന്റെ ഈ പരിശീലനമൊക്കെ ഒന്ന് കണ്ടിട്ടാവാന്ന് ചോദിച്ചു. നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. ഞാനത് പറയാൻ തുടങ്ങരുത്. കഴിച്ചിട്ട് അധ്വാനിച്ചാൽ മതി. ഓക്കെ, വെർ ഇസ് എ ക്യാൻറ്റീൻ? കം ഓൺ. ഈ തകഴി കൃഷ്ണപിള്ളച്ചേട്ടന്റെ കൊഞ്ചു വായിച്ചിട്ടുണ്ട്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ. ഞാൻ പിന്നെ ആകോലി അനിച്ചിട്ടാ പറഞ്ഞ് കൊഞ്ചും ചെമ്മീനും ഒക്കെ ഒന്ന് തന്നെയാണെന്ന്. അപ്പൊ കൃഷ്ണപിള്ള ശിവശങ്കരപ്പിള്ളയോ? എല്ലാം ഒന്ന് തന്നെ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടെ ഉള്ളവനും ഇല്ലാത്തവൻ തമ്മിലുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. എങ്ങനെയുണ്ട്? ആര് പറഞ്ഞെടുക്കാൻ? ഞാനാ തന്നോടാര് പറയുന്നത് മുറി കയറാൻ? കുറെ നാളായി ആ മുറിയിൽ ഇതിങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കാനിട്ട്. എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് ഇടിച്ച് കാണാലോ എന്ന് വിചാരിച്ചിട്ടാ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഊരെ ഞാൻ എന്താ എടുത്തോട്ടെ? വേണ്ട, അത് പോട്ടെ. ദുബായിന്ന് കാമുകന്റെ കത്തൊന്നും വന്നില്ലേ? ദുബായിന്ന് കാമുകന്റെ കത്ത് വന്നില്ല. എനിക്ക് തരത്തില്ലല്ലോ. തരത്തില്ല ഫിഫി, എന്റെ ആകെ സമ്പാദ്യമാണ്. മോള് പോയിക്കോ, ഇതൊക്കെ ഞാൻ ശരിയാക്കി വേണം. അല്ല, ഇപ്പൊ എത്ര വയസ്സായി? എന്തിനാ? ഒരു 50 വയസ്സ് കൂട്ടിക്കോളി. അപ്പോ ഇനി ഒരു 10 കൊല്ലം കൂടി ഉള്ളൂല്ലേ? വല്ലഭായി, തന്നെ തന്റെ ഈ കിമോണയിൽ പൊതിഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചോളാം. എന്നിട്ട് മണ്ണിടാട്ടാ. കിമോണക്കാരൻ. മാമക്ക് എന്താ വിസ്കി ബ്രാൻഡ്? അങ്ങനെ ഒന്നുമില്ല, എന്തായാലും വേണില്ല. നിറച്ചു വയ്ക്കി. എടോ, താൻ എല്ലാം കൂടെ വലിച്ചു വാരി കുടിച്ച് അൽബുൾസ് ഉണ്ടാക്കരുത്. അലമ്പുണ്ടാക്കരുത്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാകാൻ നോക്കണെന്തിനാ?
ഒഴിച്ചൂറാണ്ട് ആരെന്റെ വാപ്പ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മേജർ സാബ് പാർട്ടി ഉഗ്ര കാര്യമായിട്ട് വിളിച്ചു വരുത്തി ഒരു നല്ല വിരുന്ന് തരണമെന്ന് വിചാരിച്ചതാ. ഷിഫിയുടെ കല്യാണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളയാം. ഞാൻ പ്രേമത്തിന് എതിരല്ല മേജർ. ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങിയാണ്. ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. പുറകിൽ ഒരു ജപ്പാൻ പൂവാലനും. ഡയനോറ 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 പാടിക്കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് 2 പുകച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അവളെ കെട്ടിയാ പോരെ, എന്തിന് പാടുന്നു? ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു. അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം, അതായത് ലവ്. ഒന്ന് പോട പിള്ളേ. എക്സ്ക്യൂസ് മീ മേജർ, ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു. അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു. ഹോട്ടലിലല്ല, പള്ളിയിൽ ചെല്ലുന്നു, കെട്ടുന്നു. പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു. കുറച്ചധികം നേരം വെറുതെ കളിക്കുന്നു. എന്തേ? ഗോവാക്കാരുടെ ഒരു ഗെയിം ആണല്ലോ ഫുട്ബോൾ. ജപ്പാന്റെ നാഷണൽ ഗെയിം. ഒന്ന് നിർത്തണോ? ഇനി താൻ ജപ്പാനെ പറ്റി പറഞ്ഞാൽ താൻ ജപ്പാനിലൊരു പെൺകുട്ടിയെ ഡയോനറ എന്ന് പറഞ്ഞ് കേറി പിടിച്ചത് ഞാൻ തന്റെ ഭാര്യയോട് പറയും. വാട്ട്? ഞാൻ പെൺകുട്ടിയെ കയറി പിടിച്ചോ? ഡോബർമാനെ. മേജർ സാർ കേട്ടതാണല്ലോ. മിണ്ടാതെ ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ. ഈ ജപ്പാൻ എന്നൊരു വാക്കിനി പറഞ്ഞാൽ ടിറ്റോ. ഓ ടിറ്റോ, നീ മിടുക്കനാണ്. എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ ഒരു രജിസ്റ്റർ മാരേജ് കഴിക്കാൻ. പരന്തു, നീ മിടുക്കനാണ്. എന്താ ചിരിക്കുന്നേ? ആ രാമുണ്ടല്ലോ, അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കാക്കിയിട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട്. ഇടിന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി. എങ്ങനെ ഇരിക്കുന്നറിയാമോ? അതിനു മുമ്പ് നീ അവനെ കണ്ട് പറഞ്ഞു ഒതുക്കണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ ഇടിക്കും. ബോറാവുന്നുണ്ട്, നിർത്തണോ? ഒന്ന് പോരാ. നിനക്കൊള്ളാൻ പറ്റും അവന്റെ ഇടി? വല്ലവായിക്കൊള്ളാൻ പറ്റും അവന്റെ ഇടി? ഇവനൊക്കെ കൊണ്ടാലുണ്ടല്ലോ. യു കാൻ പ്രൂവ് ഇറ്റ്. ഐ വിൽ പ്രൂവ്. രക്തരക്ഷസുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ തെളിയിക്കും. കഴിഞ്ഞ 2-3 വർഷങ്ങളായി അച്ഛൻ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അതൊട്ട് തെളിയിക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്ത് പറഞ്ഞാലും താൻ എതിരെ പറയുള്ളൂ. ഒന്നാമതായി തനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. ആദ്യമായി താൻ ദൈവത്തിൽ വിശ്വസിക്കൂ. അച്ചോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ലൂയിസേ? അച്ഛൻ എന്നെ ദേഷ്യപ്പെടരുത്. ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. സാത്താനിലും വിശ്വസിക്കണ്ട, ഉം. ദൈവത്തിലും വിശ്വസിക്കണ്ട. എങ്കിലോ ലൂയിസ്, ഫാദർ, I say you get out. What you? രക്തരക്ഷസുകൾ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും ഫാദർ. Come on. Come on, my friend. വരൂ 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 വരൂ. ഇരിക്കൂ ഇരിക്കൂ. താങ്ക്സ്. മോൻ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. എന്നെ എങ്ങനെ അറിയും? ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു? എന്റെ പേര് ടോണി. വീട് ടൗണിലാണ്. എന്റെ പ്രശ്നം പരിഹരിക്കാൻ അച്ഛന് മാത്രമേ കഴിയൂ എന്ന് പലരും പറഞ്ഞു. ടൗണിൽ എന്നെ ആർക്കറിയും? അച്ചോ, അച്ഛനെ പറ്റി കാട്ടി മാത്രമല്ല നാട്ടിലും അറിയും. ഫാദർ നടത്തുന്ന ഗവേഷണങ്ങളെ പറ്റി ഞങ്ങളുടെ പ്രൊഫസർമാർ പോലും ക്ലാസ്സിൽ പറയാറുണ്ട്. Is it so? ഷുവർലി, ബിലീവ് മീ. ഇല്ലെങ്കിൽ അച്ഛനെ തേടി ഞാൻ ഈ കാട്ടിലേക്ക് ഓടി വരുമോ? Correct. You tell me. What's your problem? എന്റെ അടുത്ത വീട്ടിൽ ഒരു പുതിയ താമസക്കാരൻ. അവനൊരു ഡ്രാക്കുളയാണ്, വാമ്പയർ, രക്തരക്ഷസ്, മനുഷ്യരുടെ ചോര കുടിക്കുന്നവൻ. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അവൻ എന്നെ കൊല്ലാൻ വന്നു. ഫാദറിന് മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ. എന്നെ രക്ഷിക്കണം ഫാദർ. ഫസ്റ്റ് ഓഫ് ഓൾ മിസ്റ്റർ ടോണി, നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണണം. എന്നേക്കാൾ കൂടുതൽ അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതാ നല്ലത്. ഒരുപക്ഷെ അച്ഛനെയും സഹായിക്കാൻ കഴിഞ്ഞേക്കും. അല്ല, അച്ഛനെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. എനിക്കൊരു കുഴപ്പമില്ല ഫാദർ. ഐ എം ഓൾ റൈറ്റ്. ആരും പറഞ്ഞു കേട്ടതല്ല, എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നെ പോലെ നിസ്സഹായനായ ഒരു ചെറുപ്പക്കാരനെ ഡ്രാക്കുളയിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഫാദറിന്റെ കടമയല്ലേ? Poor boy. Poor boy. ഫാദർ രക്തരക്ഷത്തിൽ വിശ്വസിക്കുന്നില്ലേ? ഞാൻ വിശ്വസിക്കുന്നില്ല. എതിര് പറയരുത്. ഞാൻ എതിര് പറയുന്നില്ല. സ്റ്റോപ്പ് ഇറ്റ്. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അപ്പോ ഞാൻ പറയുന്നത് വിശ്വാസമാകുന്നില്ല എന്നാണോ ഫാദർ? അങ്ങനെയല്ല. എന്റെ ഗവേഷണം പൂർത്തിയാവാതെ തൃപ്തികരമായ ഒരു ഉത്തരം തരാൻ എനിക്ക് സാധ്യമല്ല. സൗകര്യം പോലെ പിന്നൊരു അവസരത്തിൽ വരൂ, വിശദമായി വീണ്ടും സംസാരിക്കാം. എനിക്ക് അല്പം ധൃതിയുണ്ട്. ആ ലൂയിസേ, മരത്തിൽ വത്സ സ്പെഷ്യൽ ഉണ്ടോ നോക്കൂ. ഇപ്പൊ ഉണ്ടാവുമോ? വന്ന പാടെ ചേട്ടനെ കാണാൻ ഓടി. ആ പ്രാന്തരത്തിന്റെ കൂടാരത്തില് 3-4 വട്ടം തിരക്കി. അച്ഛനുമില്ല,
ചേട്ടനും ഇല്ല. പരിഭവിക്കാതിന്റെ ജൂലി, ഞാൻ എങ്ങനെ ഇവിടെ കാണാനാ? കാലത്തെ ചെപ്പും പന്തുമായിട്ട് അങ്ങോട്ട് ഇറങ്ങും. കണ്ണി കണ്ട പക്ഷികളെല്ലാം ആ കുന്ത്രാണ്ടം വെച്ച് നോക്കും, എഴുതും. ഈ മലയും കാടും കാട്ടാറും ഒക്കെ കണ്ട് മടുത്തു. നാട്ടിലുള്ള മനുഷ്യരെ കാണാൻ എന്ത് കൊതിയാണെന്നോ. അതുകൊണ്ടല്ലേ ജൂലിയെ കാണുമ്പം എനിക്ക് വേണ്ട വേണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഓ, കല്യാണക്കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടുന്ന കാലത്ത് കെട്ടിക്കൊള്ളാമെന്ന്. ശമ്പളം കൂട്ടി തരാമെന്ന് പറഞ്ഞാണ് കുശിനിപ്പണി കളഞ്ഞ് അച്ഛൻ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പൊ ശമ്പളം ഇല്ലെന്ന് മാത്രമല്ല, കുശിനിയുടെ കൂടെ കുശുമ്പുമായി. ആ, ഞാനൊരു കാര്യം പറയാനാ ഓടി വന്നത്. ഞാനിന്ന് വൈകുന്നേരം ഒരു പുതിയ കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. വലിയ കമ്പനിയാ, എക്സ്പോർട്ടിംഗ് കമ്പനി. 1500 രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താമസിക്കാൻ ഒരു വീടും. വളരെ വളരെ നല്ലത്. എനിക്കും ഒരു രക്ഷയായി. ആ പ്രാന്തൻ അച്ഛന് ലോഹ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പള്ളിയിലും പോവാറില്ല, പിന്നെ പ്രാർത്ഥിക്കാറുമില്ല. എന്നിട്ടാണ് ഈ പിശാചിനൊക്കെ പിടിക്കാൻ നടക്കുന്നത്. മിക്കവാറും പിശാജ് എന്നെ പിടിക്കും. പക്ഷെ ഞാനും ഒരു അച്ഛനെ പിശാജ് ഒന്ന് പിടിച്ചോട്ടെ, ആ സെക്കൻഡ് ഞാൻ താമസം നിന്റെ കൂടെയാണ്. കുശിനിയായിട്ടും ബാക്കി സമയം നിന്റെ ഭർത്താവായിട്ടും. എന്തോ കരിഞ്ഞു നാറുന്നു. വേറല്ല, വയറ്. മണി 2:30 കഴിഞ്ഞു. വല്ലതും കഴിച്ചിട്ടാകാം ഗവേഷണമൊക്കെ. അച്ചോ, ആച്ചോ, ഷട്ടപ്പ്. ഹലോ, യുറീക്ക, യുറീക്ക, ആ പക്ഷിയെ ഞാൻ കണ്ടെത്തി. ലൂസ് ഞാനല്ല, എന്റെ പേര് ലൂയിസ് 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 ലൂസിഫർ. ഞാൻ ആ പക്ഷിയെ കണ്ടെത്തി. ഇതാ കാണുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ നിറമുള്ള പക്ഷി, വാമ്പയർ, രക്തരക്ഷസ്, ചോര കുടിക്കുന്ന പക്ഷി. രാത്രിയാകുമ്പോൾ ഈ പക്ഷി കണ്ണു തുറക്കും. കണ്ണിൽപ്പെടുന്ന മൃഗങ്ങളുടെ മേൽ പറന്നു വീഴും, ചോര കുടിക്കും, മനുഷ്യനെ ആക്രമിക്കും. ഇറച്ചിയും തിന്നുമായിരിക്കും. അത്യാവശ്യം 100 മില്ലി ചാരായോ. അച്ചോ, ആളുകളെ കൊണ്ട് അധികം ചിരിപ്പിക്കരുത്. അല്ലെങ്കിൽ തന്നെ ആളുകൾ പ്രാന്തനച്ചൻ എന്നാ പറയുന്നത്. അല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് വിശക്കുന്നു. ലൂയിസ്, ഓ ഇതാ നോക്കൂ. എനിക്ക് മനസ്സില്ല. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു വൈദികനല്ലേ, എന്നെ ധിക്കരിക്കരുത്. ഇതാ നോക്കൂ ലൂയിസ്, നോക്കൂ ലൂയിസ്, നോക്കൂ നോക്കൂ നോക്കൂ. നപടി അല്ലേ, വേണ്ട. അതാ നോക്കൂ. എന്ത് കാണുന്നു? മരം, പിന്നെ മലകൾ, പിന്നെ കള്ളി. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ലൂയിസ് ശരിയായ ഉത്തരം പറഞ്ഞുകൊള്ളണം. അക്കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ കൃത്യമായിട്ട് എഴുതിക്കോണം. പക്ഷിയുടെ ശരിയായ നിറം? ഇപ്പൊ കാണുന്ന നിറം വെള്ള സാരിയുടെ നിറമാണ്. വാട്ട്? സാരിയോ? ഓ മൈ ഗോഡ്, നീ ഒരു കവിയായി ജനിക്കേണ്ടവനായിരുന്നു. പക്ഷിയുടെ ചിറകിനെ നീ ഒരു സാരിയായി ഉൽപ്രേക്ഷിച്ചിരിക്കുന്നു. ചെറുപ്പത്തിലേ എന്നിൽ കവിത്വം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ ഇത്തരം കാഴ്ചകൾ കാണുമ്പോ എന്റെ കവി ഹൃദയം പ്രേക്ഷിച്ച് നോക്കൂ, നോക്കി പറയൂ. മാറിൽ തൂവലുള്ള ഇനമാണോ നോക്കൂ. ഇപ്പൊ പറയാൻ പറ്റില്ലച്ചോ, കണ്ടിട്ട് ഇല്ലാത്ത ഇനമാണെന്ന് തോന്നുന്നു. വാട്ട്? എങ്കിൽ വൾച്ചർ പക്ഷിയായിരിക്കും. വൾച്ചർ പക്ഷി, കഴുകൻ, ശവന്തീനി, സ്കാവഞ്ചേഴ്സ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ തോട്ടി, രക്തരക്ഷസ്. ചുണ്ട് രക്തനിറമാണോ അതോ രക്തം പുരണ്ടതാണോ നോക്കൂ. നോക്കാം. ശരിക്ക് കാണുന്നതിന് മുമ്പ് പക്ഷി പുറംതിരിഞ്ഞു കളഞ്ഞു. പക്ഷി പുറംതിരിഞ്ഞു കളഞ്ഞോ? എങ്കിൽ വാലിന്റെ അകത്ത് പുള്ളിയുണ്ടോ നോക്കൂ. പുള്ളിയുണ്ട്. സ്വർണ്ണ പക്ഷി, പഞ്ചവർണ്ണ കിളി, പഞ്ചാര പാൽപായസ കിളി. പുറംതിരിഞ്ഞു എന്ന് ഓരോ തുണികളായി, തൂവലുകളായി. അതായത് വാലിലെ തൂവലുകൾ. അതെ, വാലിലെ തൂവലുകൾ ഓരോന്നായി പൊഴിക്കുന്നു. പൊങ്ങുന്നു, നീന്തി തുടിക്കുന്നു. എന്നിലെ കവി സടകുടഞ്ഞ് എഴുന്നേക്കുന്ന അച്ചോ. വണ്ടർഫുൾ ഇൻഫർമേഷൻ. പല സമയത്ത് വെള്ളത്തിൽ പറന്നു വീണ് നീന്തി തുടിക്കുന്ന കഴുകൻ.
അവൾ ഒളിമ്പിക് സ്റ്റൈലിൽ നീന്തുന്നു. അവളോ? അവൾ Is it true? ഇറ്റ് ഈസ് ട്രൂ. വാമ്പയർ പക്ഷി വെള്ളത്തിൽ പറന്നു വീണ് നീന്തിയപ്പോൾ മനുഷ്യ സ്ത്രീയായി മാറി. ഓ ഗോഡ് ജീസസ്, അതിക്ക് തരൂ ലൂയിസേ. ഇപ്പൊ വേണ്ടച്ചോ. ഞാൻ ഒന്നും കൂടി കാണട്ടെ. വേണ്ടച്ചോ. അതിക്ക് തരൂ, തരൂ ലൂയിസ്. രക്തരക്ഷസുകളെ പറ്റിയുള്ള എന്റെ ഗവേഷണം ഇതാ വിജയിച്ചിരിക്കുന്നു. അത്ഭുതകരമായ വിജയം, ഈ ലോകത്തിന്റെ വിജയം. ലൂയിസ്, ലൂയിസ്, എന്റെ കർത്താവേ. എന്റെ കർത്താവേ, ആരാ ഈ നിക്കണത്? ലൂയി ചേട്ടനായിരുന്നോ? അയ്യോ എന്റെ ജൂലി, അത് നീ ആയിരുന്നോ ഏത്? അവിടെ കുളിച്ചോണ്ടിരുന്ന? ആ കൊച്ചു കള്ളൻ ഒളിഞ്ഞു നോക്കിയായിരുന്നല്ലേ? അയ്യോ എന്റെ പൊന്നു ജൂലി, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൂരേന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി ജൂലിയാണെന്ന്. അതെങ്ങനെ? ജൂലി പട്ടണത്തിലല്ലേ, കാട്ടിലെത്തിരി വരണം. ഇനി കാറ്റ് വന്ന് എന്നെ കാണാതെ പോവില്ലല്ലോ. ഇനി ജൂലി കുളിക്കുമോ? ചിലപ്പോ കുളിക്കുമായിരിക്കും. ആണോ അല്ലയോ എന്നൊരു സംശയം. അത് തീർക്കാനേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ലൂയിസ്. അച്ഛൻ കിടന്ന് അലറുക, പ്രാന്തന. ഞാൻ ഊരിയതാ. നീ ഇപ്പൊ പൊക്കോ, നമുക്ക് പിന്നെ കാണാം. ദാ വരുന്നു.